ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മള് കൊറേ കാലായി കരുതുന്നു അൻഷിഫിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോണം. അപ്പൊ നമ്മള് അൻഷിഫ് മുഞ്ഞക്കലിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മള് വാണിയമ്പലത്തെ എത്തിയിട്ടുണ്ട്. അതിലോ അപ്പൊ ലൊക്കേഷൻ മുട്ടത്തിലുണ്ട്. ഇങ്ങനെ പോയ കെട്ടി ഏകദേശം 2 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്ത് എത്താനായി. അപ്പോഴാണ് നമ്മൾ ഇൻട്രോ എടുക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് രസത്തിന് ഒരു വൈബിനായിട്ട് എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് അൻഷിഫിന്റെ വീടും കൂടിയും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് നിങ്ങൾ ലോങ് വീഡിയോ ഡെയിലി വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നൊക്കെ. നമുക്ക് ഒന്നാമത് ഭയങ്കര മടി. എനിക്കും മടിയൊന്നുമില്ല, ബാബുന് ഭയങ്കര മടി. എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതെല്ലാം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കും. നമ്മള് കല്യാണൊക്കെ വരില്ലേ, അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ അതെ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ്. ഇത് അൻഷിഫിന്റെ നാടാണ് കേട്ടോ. നല്ല കുലുങ്ങല്. അമ്പൊക്കെ 4-5 അമ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അൻഷിഫിന്റെ വീട്ടില് എത്താനായതാ. ആ കാണുന്നതാണ് വീട്. ചിലവ് മുന്നിൽ തന്നെ ഉണ്ടാവും ഒരാള്. അല്ലല്ല, വീട്ടിലെത്തിക്കുന്ന പറഞ്ഞു. വണ്ടി പോയല്ലോ. ഞാൻ പ്രതീക്ഷ ഈ ഇൻട്രോ തന്നെ ഞാൻ കാർന്ന് പറഞ്ഞു. ഈ ഇൻട്രോ ഞാൻ ബാബു എത്തിയിട്ടുണ്ട്. അതല്ല, ഞാൻ ഇതിങ്ങനെ നോക്കി വരും. അപ്പോഴാണ് ഇത് വീഴാൻ പോയപ്പോഴാണ് അതിങ്ങനെ ഇവിടെ നിന്നിട്ടാണ്. നമ്മള് പാവപ്പെട്ടാരാണ്. ഇന്റെ മേത്തക്കാണ്. ആ, ഇതാണത് ഇങ്ങനത്തെ പക്ഷെ ഞങ്ങൾക്ക് കൂടാനൊരു ഭാഗ്യമുണ്ട്. അങ്ങനെയല്ല പറഞ്ഞതേ, ഞാൻ ഇപ്പോഴുള്ള ലൊക്കേഷൻ അയച്ചാ ശരിയാവില്ല എന്നാണ്. ബർത്ത്ഡേകള് ഇതെന്താ കൈയൊക്കെ പൊള്ളിക്കുന്നത്? ചോറുന്നു ഞാൻ ഉണ്ടാക്കാനാണ് ചെയ്തത്. അവന് പിന്നെ വിളിക്കാണ്ട് അങ്ങനെ അയച്ചപ്പോ എങ്ങനെ അയച്ചു. ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം കഴിച്ചില്ല. ഒരു പെങ്ങളും അപ്പൊ ഗൈസ്, ഇവിടെ പായസം മഴക്കലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പായസം റെഡി ആയിക്കൊണ്ട് നിൽക്കാണ്. അതല്ല, അൻഷു വിചാരിച്ചിട്ടുണ്ടാവും ഓളിപ്പോ പായസൊക്കെ റെഡി ആക്കി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുന്നല്ലേ. ആര്? ഞാൻ കണ്ടിട്ടൊന്നുമില്ല വരെ. വിങ്സ് ഒക്കെ വെച്ച കണ്ണിന് വാലിട്ടൊടുക്കണല്ല. ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. ഡ്രസ് എടുത്തിട്ടുള്ളൂ, ഇടലിച്ചിട്ടില്ലേ? ഫാമിലി ഉണ്ടാകും പോട്ടെന്നാല്. ഷുഗർ ഫിൽസാറാ. ബാബു ആദ്യമായിട്ട് മറ്റേ കുട്ടികളെടുക്കൽ അധികം കാണാറില്ല. ആര് കാക്കറപ്പേ? അതാണ് ഞാൻ ബർത്ത്ഡേകളാണ്. നിങ്ങളുടെ എടുത്ത് കൊണ്ടുപോയിട്ടെന്നൊക്കെ കാര്യം പറഞ്ഞു. നോക്കട്ടെ. ഡ്രസ് ഇടണ്ടേ? ഡ്രസ് ഇടണ്ടേ? പുതിയ ഡ്രസ് ഇടണ്ടേ? വിചാരിച്ചിട്ടില്ല ഒരു തുണിയൊക്കെ കൊടുത്ത് നാടക്കാരെ. അങ്ങനെ രാവിലെ തന്നെ ബാങ്ക് പോയി.
നമ്മളെ ഈ സ്ഥലമല്ലേ സ്ഥലം എടുത്തില്ലേ പൈസ കിടക്കാം ഞാൻ മറ്റേ കളിക്ക് പോയിട്ട് പൈസ ഇത് 6 മാസം കഴിക്കണോ കുറച്ച് പൈസ കൊടുക്കാനേ പക്ഷേ എടി എനിക്ക് ഇനകളും നല്ല മറ്റേ പാക്കണ്ട് മേടിച്ചാണ്ട് പാലിക്കണ്ട് ഇട്ടാ പോരെ കഴിഞ്ഞില്ലേ ഇത് ദൂരം കെതിയറാണ് വറക്കണം പിടിക്കണം എടുക്കണം പക്ഷെ ടേസ്റ്റ് തേക്കാറേ ഞാന് കാപ്പ് കുറച്ച് നേരത്തെ പൊയ്ക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നു പക്ഷെ എത്ര നേരം വൈകിട്ട് അതല്ല മൂപ്പരാൾ പോയതിന് പിന്നാലെ ഫോൺ വരുന്നുണ്ടാവും അതല്ല സത്യം അല്ല മൂപ്പരാൾ പോയതിന് പിന്നാലെ ഇനി വരാൻ നേരം വെക്കൂലേ വരുമ്പോട്ട് ഉണ്ടാക്കിയാ പോരെ ചേച്ചി ഫോണോ തുറന്നുണ്ടോ ഞാനോ നല്ല ഫോൺ വീക്കാണെന്ന് നേരം ഉണ്ടാവില്ല അവളെ ഞാന് നിങ്ങൾ വലിയ കുറച്ച് മുന്നെയാണ് ഞാൻ പിടിച്ചറിഞ്ഞു അപ്പോത്തിന് മറ്റൊരു വന്നേ മക്കള് സ്കൂളിട്ട് വന്നേ എന്നിട്ടാണ് കാപ്പ് കൊണ്ടുവരുന്നത് ഞങ്ങൾ എത്താട്ടെന്ന് പറയാം പെരുന്നാക്ക പായസം വെക്കണേ വെക്കുള്ളൂ അത് നമ്മളെ പാക്കറ്റിന്റെ ഇതുണ്ടല്ലോ അത് മറ്റേ അടപ്രഥമല്ലേ പാക്കറ്റ് സത്യം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കില്ല ആ ബോക്സ് വാങ്ങാൻ പാലിക്കിട പരിപാടി കഴിഞ്ഞു മിക്സില്ലേ പാലട മിക്സ് അതെല്ലാതും ഉണ്ടാവുമല്ലോ അതാകുമ്പോ മധുരം ഒക്കെ അതിനനുസരിച്ച് ചെയ്യലുണ്ടല്ലോ ഇതെന്തിനാ എങ്ങനെ ഇതിലൊക്കെ എന്താ കിട്ടാൻ എടാ ഒന്നും കൂടി പറയണ്ട ഞാൻ കേട്ടില്ല അത് സത്യം അന്നൊക്കെ എടുത്ത് പൂസി ഞാൻ എന്താ കാട്ടുന്നത് നല്ല ചിരിച്ചായിട്ട് കുറച്ച് ഫോട്ടോസ് കുട്ടീനെ ഉമ്മാനെ ഒഴിവാക്കി കുട്ടി മാത്രം പിന്നെ കുട്ടീന്റെ ഇപ്പാന്റെ ഫോട്ടോ ഒറ്റ നിനക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ കുട്ടീനെ കൊടുക്കല്ല കുട്ടീന്റെ ഭാവി നഷ്ടപ്പെട്ടത് അതാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത് ബർത്ത്ഡേ ഗേൾ ഷോ അൻഷിഫിനൊരു നാണം പെണ്ണുള്ള പോലെ അടുത്ത കുട്ടീന്റെ ഒന്നാമത്തെ പിറന്നാൾ അതല്ലേ മറ്റൊരു എന്താണ് കാട്ടിന് അറിയില്ലല്ലോ ഞാൻ ചരക്ക് നാണം വന്നാണ് കാരണം 4ാമത്തെ കുട്ടീന്റെ ഒന്നാമത്തെ പിറന്നാളാണ് ഓന്റെ മുഖം ശ്രദ്ധിച്ചു എന്താ ആക്ച്വലി സംഭവിച്ചാ എന്താ പറ്റിയേ ഓലെ പൊട്ടിച്ചു അപ്പൊ ഞാൻ കിട്ടിയില്ലേ ചിരിച്ചന പോരി ചാടട്ടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന നമ്മളെ അബ്രും ഇബ്രും സ്വന്തമായിട്ടന്മാർ ഇബ്രാനും കഴിഞ്ഞു അല്ലേ അബ്രോ അപ്പൊ ഞാൻ ഇയാളെ കേൾക്കുന്നവർക്കത് ഞാനല്ല എത്തുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഊതി 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 ആരുടെ ഒരു ആള് ഊതി എന്താ ഇബ്രാഹിമേ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഇത് കഴിഞ്ഞിട്ട് എടുക്കാം ബ്രോ ഇത് കൂടെ ആവും ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ബർത്ത്ഡേ കഴിഞ്ഞാ പിന്നെ കുഞ്ഞുങ്ങള് കണ്ണില് വെള്ളം കയറി യെസ് ഓഫ് കോഴ്സ് ഇനി ഒരു ഷൂട്ട് കൂടി ഉണ്ട് ക്യാമറമാനാണ് അപ്പൊ ഞങ്ങള് പോയി പായസം കുടിച്ചില്ല ആ സെറ്റ് റാത്തായില്ലേ ആ അൽഹംദുലില്ലാ റാത്ത് ഇനി അധികം പായസം കുടിക്കല്ലോ കേട്ടോ എനിക്കിട്ട് കൊട്ടണുണ്ട് എല്ലാത്തിലും അതല്ലേ ഓക്കെ ഗൈസ് ഓക്കെ മാപ്പിള തടി കൂടിക്കണാണ്ട് മാപ്പിളിനെ ജിമ്മിനൊക്കെ പറഞ്ഞു തിന്നാനും കൊടുക്കാതെ പട്ടിണി കിട്ടി ഓളോട് മധുരം കുറക്കാറ ഓളിന്നോ മുട്ടായി അതേപോലെ പായസം എല്ലാം ചായ ഒക്കെ കുടിക്കും പുതിയാപ്പിളക്ക് ഇതൊന്നും കൊടുക്കൂല
അതൊക്കെ പറയും ഒന്നും വിചാരിക്കരുത്. അപ്പൊ എന്തായാലും അതെ. അപ്പൊ എന്തായാലും എല്ലാരോടും പോയി. അസ്സലാമു അലൈക്കും. പോട്ടെ. ഇതേമാതിരി ഞാൻ അടക്ക് വരണ്ട്. ഒരു ദിവസം വിരുന്ന് പ്ലാൻ ചെയ്തിട്ട് വരണം. ഇതേമാതിരി കുഞ്ഞാമാണ്ടിക്കാടൊക്കെ വിളിച്ചാണ്ട് ഞാൻ ഇവിടെ ഇല്ലായിട്ട് ലൊക്കേഷൻ അയച്ചിടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇതുവരെ വന്നതാ. പിന്നെ ഞാൻ എന്നിട്ട് എനിക്കൊരു ഡൗട്ട് ഇനി ഇവിടെ കുഞ്ഞോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ കാരണം ഞാൻ അത്ര അർജന്റ് കേസിന് ബാങ്കിൽ കൂടെ മണ്ടിപ്പായിരുന്നു. അപ്പൊ എന്തായാലും വരുന്നതിന്റെ തലേന്ന് ഇങ്ങോട്ട് പറയണം. കല്യാണത്തിന്റെ വണ്ടിപ്പാച്ചിലല്ലോ ഉണ്ടാവില്ലേ? അതുണ്ട്. മൂത്ത ആങ്ങളെയാണല്ലോ. എല്ലാം കൊണ്ടോ ലോകം